ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഇൻട്രൊഡക്ഷൻ ലെസൺ, അതായത് ഫസ്റ്റ് ലെസണാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലെസണിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൽ റിസ്ക് എന്ന് പറയുന്ന ടേം എന്താണെന്നാണ് നോക്കാനുള്ളത്. റിസ്ക് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. റിസ്കം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത വേർഡാണ് റിസ്ക് എന്ന് പറയുന്നത്. ആ ഒരു ലാറ്റിൻ ഭാഷയിൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ അറ്റ് സീ, അതല്ലെങ്കിൽ ദാറ്റ് വിച്ച് കട്ട് എന്നുള്ള മീനിങ് ആണ് ലിറ്ററലി മീനിങ് ആയിട്ട് വരുന്നത്. നമ്മൾ വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എൻ ഹസാർഡ്, അല്ലെങ്കിൽ ഏപ്രിൽ എക്സ്പോഷർ ടു ലോസ് ഓർ ഇഞ്ചുറി, അതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള മീനിങ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ആൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജോൺ ജെ ഹാംപ്റ്റൺ എന്ന് പറയുന്ന ആൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ ചാൻസ് ഓഫ് ഫ്യൂച്ചർ ദാറ്റ് ക്യാൻ ബി ഫോർസീൻ. ഓക്കെ, ഇതാണ് ജസ്റ്റ് റിസ്ക് എന്ന് പറയുന്ന ആ ഒരു ടേം. റിസ്ക് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ചാൻസ് ദാറ്റ് സം അൺഫേവറബിൾ ഇവൻറ്റ് വിച്ച് ഒക്കർ. റിസ്ക് ജനറലി മീൻസ് പോസിബിലിറ്റി ഓഫ് ലോസ്, അതായത് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഒരു അൺസർട്ടനിറ്റി കാരണം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ലോസ്, ആ ലോസിനെയാണ് നമ്മൾ റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യത എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ടുള്ള ഡെഫിനിഷൻസ് റോമൻ അതേപോലെ ബുട്രിക് എന്നിവരുടെയൊക്കെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ സിമ്പിളായിട്ട് വരുന്നത് അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. റോമൻ ആണ് കുറച്ചും കൂടി ഒരു സിമ്പിളായിട്ട് കണ്ടത്. ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ടു അക്കംപ്ലിഷ് ആൻ ഒബ്ജക്റ്റീവ്സ്. നമ്മളുടെ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ആ ഒരു സാധ്യതയെ ഫെയിലാക്കുന്നതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത് എന്നാണ് റോമൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിപ്രായത്തിൽ റിസ്ക് എന്ന് പറയുന്ന ടേം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് റിസ്ക് ആണ്. റിസ്ക് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് മുഴുവനായിട്ട് പലപ്പോഴും ഫ്യൂച്ചറിൽ വരുന്ന ഒരു അൺസർട്ടനിറ്റി, അൺഫോർസിൻ കണ്ടീഷൻ ആയതുകൊണ്ട് ഇതിനെ മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ഒരു ഇഫക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ലോസിൻ്റെ അല്ലെങ്കിൽ ആ റിസ്കിന്. അപ്പോൾ അവിടെ നമ്മൾ ദിസ് ഈസ് എ സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു പർട്ടിക്കുലർ ഇവൻ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്രത്തോളം റിസ്ക് വന്നു എന്ന് പറയാൻ പറ്റുക. അപ്പോൾ അതൊരു സിറ്റുവേഷനാണ്. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആവും. അതേപോലെ തന്നെ ഒരു കൺസേൺ, ഒരു ബിസിനസ് അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെയും അത് എന്തുണ്ടാവാം, വേരിയേഷൻ ഉണ്ടാവാം. ദിസ് ഈസ് എ സിറ്റുവേഷൻ വെർ ദി ഔട്ട്കം ഈസ് അൺഫോർസീൻ. ദെൻ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിസ്കിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡീഫോൾട്ട് റിസ്ക് ആണ്. ഡീഫോൾട്ട് റിസ്കിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്രെഡിറ്റ് റിസ്ക്. ഇവിടെ മെയിനായിട്ട് ദ ബോറോവർ മേ ഫെയിൽ ടു പേ ദ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ഇപ്പോൾ നമ്മൾ ലോണോ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള മണിയൊക്കെ നമ്മൾ ബാങ്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും തിരിച്ചടക്കുന്നതിൽ വരുന്ന ആ ഒരു ഡിഫക്റ്റ്, അതിനെയാണ് നമ്മൾ ഡീഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. ഡീഫോൾട്ട് റിസ്കിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്രെഡിറ്റ് റിസ്ക്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഫിനാൻഷ്യൽ റിസ്ക് ആണ്. ഇവിടെ പാറ്റേൺ ഓഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ വരുന്ന ആ ഒരു ഫോം ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന റിസ്ക്കാണ് ഫിനാൻഷ്യൽ റിസ്കിൽ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബിസിനസ് റിസ്ക് ആണ്. ഇവിടെ അൺസർട്ടനിറ്റി റിട്ടേൺ വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദി നാച്ചർ ഓഫ് ദ ബിസിനസ്. ഞാൻ നേരത്തെ പറഞ്ഞു റിസ്ക് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആവാം. അതേപോലെ ഓരോ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഡിഫറെൻ്റ് ആവാം. അപ്പോൾ ഒരു ബിസിനസ്സിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന, കാരണം അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയില്ല, ആ രീതിയിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന റിസ്കിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. എല്ലാ ബിസിനസ്സിനും ഒരേ രീതിയിലായിരിക്കില്ല ഈ ഒരു റിസ്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. ദ നെക്സ്റ്റ് വൺ വരുന്നത് ലിക്വിഡിറ്റി റിസ്ക് ആണ്. ദിസ് ഈസ് ദ സിറ്റുവേഷൻ വെർ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ടു സെൽ ദ അസറ്റ് ഓർ സ്റ്റോക്ക്. അപ്പോൾ ഒരു ഇറ്റ് ഈസ് എൻ ഇൻഎബിലിറ്റി ടു മീറ്റ് ദ ലയബിലിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് വെൻ ദേ വാണ്ട് ടു വിഡ്രോ ദെയർ മണി. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യുന്നതിലുള്ള ഇൻഎബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസിലി കൺവേർട്ടിങ് ഇൻ ടു ക്യാഷ് ആക്കാൻ പറ്റാതെ വരുന്ന ആ ഒരു റിസ്ക്. അസറ്റ് അതല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെയൊക്കെ ആ ഒരു സെല്ലിങ്ങിൽ അതിൻ്റെ പോസിബിലിറ്റി റെഡ്യൂസ് ചെയ്ത് അതിനെ ഈസിലി നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു റിസ്ക് ആ സമയത്ത് ഫേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി റിസ്ക്. നെക്സ്റ്റ് വരുന്നത് മെച്യൂരിറ്റി റിസ്ക് ആണ്. ദിസ് അറൈസ് വെൻ ദ മണി വാസ് നോട്ട് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ഓഫ് ദ സെക്യൂരിറ്റി. ഇപ്പോൾ നമ്മൾ
ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇതിലൊക്കെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പിന്നെ മെച്യൂരിറ്റി പീരീഡിനുള്ളിൽ നമുക്കൊരു ലംസം റിട്ടേൺ കിട്ടും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ്. ആ മെച്യൂരിറ്റി ടൈമിൽ അത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്കിനെയാണ് മെച്യൂരിറ്റി റിസ്ക് എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് 2-3 റിസ്ക് കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് എൻവിറോൺമെൻറ്റൽ റിസ്ക് ആണ്. എൻവിറോൺമെൻറ്റൽ റിസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ മെയിനായിട്ട് നമ്മൾ കൺട്രോളബിൾ അല്ലാത്ത ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കൺട്രോളബിൾ അല്ലാത്ത ഫാക്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന റിസ്ക്. അത് ചിലപ്പോൾ പൊളിറ്റിക്കൽ ചേഞ്ചസ് ആവാം, അതല്ലെങ്കിൽ കൾച്ചറൽ, ടെക്നോളജിക്കൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ സൈഡിലുള്ള ഏതെങ്കിലും ചേഞ്ചസ് കാരണം ഒരു ബിസിനസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന റിസ്കിനെയാണ്, അതായത് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മൂലം വരുന്ന റിസ്കിനെയാണ് നമ്മൾ എൻവിയോൺമെൻറ്റൽ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റെപ്യൂട്ടേഷണൽ റിസ്ക് ആണ്. ദിസ് ഈസ് ദ ഡാമേജ് ടു എൻ എൻറ്റിറ്റീസ് റെപ്യൂട്ടേഷൻ ആസ് എ റിസൾട്ട് ഓഫ് ദ ഫെയിലിയർ ടു മാനേജ്. ഇപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും സ്ട്രാറ്റജി അപ്ലൈ ചെയ്തതിലോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ വന്ന ഫാൾട്ട് കാരണമൊക്കെ ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനിൽ, ഒരു കമ്പനിയുടെ ഗുഡ് വിൽ, അതല്ലെങ്കിൽ ആ ഒരു സൽപ്പേര് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോസ് വരികയാണെങ്കിൽ, കാരണം അതിൽ പിന്നെ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്തിനെ ബാധിക്കും? വാല്യൂ ഓഫ് ദ ബിസിനസ്സിനെ, വാല്യൂ ഓഫ് ദ ഫേമിനെ ബാധിക്കും. അത്തരത്തിലുള്ള റിസ്കിനെയാണ് നമ്മൾ റെപ്യൂട്ടേഷണൽ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സ്ട്രാറ്റജിക് റിസ്ക് ആണ്. ദിസ് ദ റിസ്ക് ഫ്രം ദ എൻറ്റിറ്റീസ് എൻ്റയർ സ്ട്രാറ്റജി ആൻഡ് പോസ് ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ സ്ട്രാറ്റജി. ഇപ്പോൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും അവർക്ക് എന്തുണ്ടായിരിക്കും? ഒരു ഒബ്ജക്റ്റീവ്സ്, അതേപോലെ തന്നെ അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ആ ഒരു സ്ട്രാറ്റജി ഫ്രെയിം ചെയ്ത് ആ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ത്രെട്ട്, അവർക്ക് ആ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജിയിലൂടെ അവർ എന്താണോ ഉദ്ദേശിച്ചത് അത് അച്ചീവ് ചെയ്യാൻ കഴിയാതെ വരിക, അത്തരത്തിലുള്ള ഫെയിലിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രാറ്റജിക് റിസ്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മാർക്കറ്റ് റിസ്ക് ആണ്. മാർക്കറ്റ് റിസ്ക് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് റിസ്ക് ആണ്. മാർക്കറ്റ് പ്രൈസ് ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ സെക്യൂരിറ്റീസ് ഫ്ലക്ച്വേറ്റ്. ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും സെക്യൂരിറ്റീസിൻ്റെയൊക്കെ വാല്യൂവിൽ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വളരെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ മാർക്കറ്റ് പ്രൈസിലുണ്ടാകുന്ന ഒരു ചേഞ്ചസ് എന്തിനെ ബാധിക്കാം? റിട്ടേണിനെ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് മുകളിലുള്ള റിട്ടേണിനെ ഈ ഒരു പ്രൈസിലെ ചേഞ്ചസ് ബാധിക്കാം. The market risk, it refers the variability in return due to change in the market price of investment or asset. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേണിൽ വരുത്തുന്ന ആ ഒരു വേരിയേഷൻ, അതിനെ പറയുന്ന പേരാണ് മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് മുകളിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റിട്ടേണിൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യാൻ കാരണമാവാം. അത്തരത്തിലുള്ള റിസ്കിനെയാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിസ്ക് ദാറ്റ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് വിൽ ഡിക്രീസസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇറ്റ് അറൈസ് ഔട്ട് ഓഫ് ദി ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ അസറ്റ്. ഈ ഒരു മാർക്കറ്റ് റിസ്കിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്. ആ പേര് സിസ്റ്റമാറ്റിക് റിസ്ക് എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്കിനൊക്കെ സിസ്റ്റമാറ്റിക് റിസ്ക്, കാരണം മാർക്കറ്റ് റിസ്ക് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ മറ്റൊരു പേര് വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ തെറ്റിപ്പോകരുത്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? സിസ്റ്റമാറ്റിക് റിസ്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് മാർക്കറ്റ് റിസ്ക് ആണ്. മെയിനായിട്ട് ഒരു 7 ടൈപ്പാണ് അതിൽ വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഇക്വിറ്റി പ്രൈസ് റിസ്ക്. അതായത് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ഹൈലി എങ്ങനെയാണ്? വോളാറ്റൈലാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇക്വിറ്റി പ്രൈസിലുണ്ടാകുന്ന ഒരു റിസ്ക്, അതായത് ഇക്വിറ്റി പ്രൈസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിസ്കിനെയാണ് ഇക്വിറ്റി പ്രൈസ് റിസ്ക് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂവിൽ വരുന്ന ചേഞ്ചസ് ഇക്വിറ്റി ട്രാൻസ്ഫറിൽ വരുത്തുന്ന ലോസ് അല്ലെങ്കിൽ ആ ഒരു നഷ്ടം, അതിനെയാണ് നമ്മൾ ഇക്വിറ്റി പ്രൈസ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇവിടെ മെയിനായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റും അതേപോലെ തന്നെ കറൻറ്റ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാരണം വരുന്ന ലോസ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റും പക്ഷേ കറൻറ്റ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കാരണം നമുക്ക് എന്ത് സംഭവിക്കാം? റിസ്ക് അല്ലെങ്കിൽ ലോസ് സംഭവിക്കാം. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിൽ വരുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി അപ്പിയർ ത്രൂ ദ ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി. അതായത് ഇപ്പോൾ ബോണ്ടിലോ ഡിബഞ്ചർ അത്തരത്തിലുള്ള ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിയുടെ
മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ഇൻട്രസ്റ്റിൽ എന്ത് വരുത്താം, മാറ്റം വരുത്താം. അത്തരത്തിലുള്ള റിസ്കിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കറൻസി ഓർ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. This risk is associated with the exchange rate fluctuation of the foreign exchange ഓൺ ഇൻ്റർനാഷണൽ ട്രാൻസ്ലേഷൻ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റൊക്കെ പഠിച്ചതാണ് ഫോറിൻ ട്രേഡും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോ ഒക്കെ. അപ്പോൾ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ഏത് ഹോം കൺട്രിയിൽ നിന്ന് മാത്രമായിരിക്കില്ല, മറ്റുള്ള ഹോസ്റ്റ് കൺട്രീസിൽ നിന്നൊക്കെ നമ്മൾ ഫണ്ട് റേസ് ചെയ്ത് അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അവിടേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം അതിനെ നമ്മൾ നമ്മുടെ ഹോം കൺട്രിയുടെ ഇൻകത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ആ ഒരു വേരിയേഷൻ അതുകൊണ്ടുണ്ടാകുന്ന റിസ്കിനെയാണ് കറൻസി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇതൊരു പൊട്ടൻഷ്യൽ ലോസ് ആണ്. ഇത് അറൈസ് ചെയ്യുന്നത് മെയിനായിട്ട് എങ്ങനെയാണ്, ചേഞ്ച് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് റുപ്പി എഗെയിൻസ്റ്റ് ഫോറിൻ കറൻസി. ഇപ്പോൾ നമ്മൾ ഡോളറൊക്കെ ആണെങ്കിൽ ആ ഡോളറിനെ ഇന്ത്യൻ റുപ്പിയിലേക്ക്, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും കറൻസീനെ ആയിരിക്കും, ഇപ്പോൾ ആ ഒരു ദിനാറോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കറൻസി ഫോമിലുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന റിസ്കിനെയാണ് കറൻസി റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മാർജിനൽ റിസ്ക് ആണ്. ഇത് മെയിനായിട്ട് വരുന്നത് അൺസർട്ടൈൻ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഡ്യൂ ടു മാർജിൻ കവറിങ് അഡ്വേഴ്സ് വാല്യൂ ചേഞ്ച് ഓഫ് ദ ഗിവൺ പൊസിഷൻ. അപ്പോൾ നമ്മൾ ആ മാർജിൻ പൊസിഷനിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് കാരണം നമ്മുടെ ഔട്ട്ഫ്ലോയിൽ ക്യാഷ് ഔട്ട്ഫ്ലോയിൽ വരുന്ന ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോയിൽ വരുന്ന ആ ഒരു അൺസർട്ടനിറ്റി അതുമൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ മാർജിനിങ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കമ്മോഡിറ്റി പ്രൈസ് റിസ്ക് ആണ്. കമ്മോഡിറ്റി പ്രൈസ് റിസ്ക് അറൈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ അസറ്റ് ഓർ കമ്മോഡിറ്റി. ആ പേരിൽ തന്നെയുണ്ട്, കമ്മോഡിറ്റിയുടെ വാല്യൂലുണ്ടാവുന്ന ചേഞ്ചസ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെപ്യൂട്ടേഷൻ റിസ്ക് ആണ്. ഇത് നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഇതൊരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു റിസ്ക് ആണ്. അതായത് ഒരു ഫേമിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂസ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഉണ്ടാവും. അത് മറ്റെന്തെങ്കിലും ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ നമുക്കൊരു ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെയിനായിട്ട് അത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിനെയാണ് ബാധിക്കുക. ഇത്തരത്തിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി കാരണം ഒരു ഫേമിൻ്റെ വാല്യൂവിൽ വരുന്ന ആ ഒരു ഡിക്രീസ് അത് കാരണം ഉണ്ടാകുന്ന റിസ്കിനെയാണ് റെപ്യൂട്ടേഷൻ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് അതർ റിസ്ക്. അതർ റിസ്കിൽ വരുന്നത് ബേസിസ് റിസ്ക് വരുന്നുണ്ട്, ഷേപ്പ് റിസ്ക്, അതേപോലെ തന്നെ ഹോൾഡിംഗ് പീരീഡ് റിസ്ക്. ഇത് ജസ്റ്റ് പേര് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് റിസ്കിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരു അൺസർട്ടനിറ്റി മൂലം ഉണ്ടാകുന്ന അപകട സാധ്യത അല്ലെങ്കിൽ നഷ്ടത്തിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു റിസ്കിനെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന അത് എത്രത്തോളം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്ത് വരാൻ പറ്റും. മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പലപ്പോഴും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചില റിസ്കുകൾ സംഭവിക്കുന്നത് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. അവിടെ നമുക്ക് പൊളിറ്റിക്കൽ ചേഞ്ചസ്, അതേപോലെ റെഗുലേഷൻസ് നിയമപരമായിട്ടുള്ള ലോയിൽ വരുന്ന ചേഞ്ചസ്, ചിലപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് കാരണം, അതായത് എർത്ത് ക്വേക്കോ ഫ്ലഡോ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പാൻഡമിക് സിറ്റുവേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് കൺട്രോളബിൾ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമുക്ക് റിസ്ക് സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഈ റിസ്കിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതിനെ അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം എങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം, ആ ഒരു റിസ്കിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇറ്റ് ഡിഫൈൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ റിസോഴ്സസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു മിനിമൈസ് ദ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ലോസ്. അതായത് ആ ഒരു ലോസിൻ്റെ വേരിയേഷൻസിൽ നമുക്ക് റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ എഫക്റ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മാനേജിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം,
അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റണം. ഇതാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം. ഇനി നമുക്ക് നോക്കാനുള്ളത് ആ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ്. റിസ്ക് മാനേജ്മെൻറ്റ് ആവശ്യത്തിൽ പോയിൻ്റ് പറയുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഡൈനാമിക് എൻവയോൺമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചേഞ്ചിങ് എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും എന്ന് പറയാൻ കഴിയില്ല. അവിടെ ബിസിനസ് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരുപാട് ത്രെട്ട് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ത്രെട്ട് ബിസിനസ്സിൻ്റെ ഒപ്പമുള്ള ഓപ്പർച്യൂണിറ്റീസിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് എന്തുകൊണ്ട് ത്രെട്ടുണ്ട്. ഈ ത്രെട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ത്രെട്ട് നമ്മൾ ഈ എഫക്റ്റീവായിട്ട് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ എന്ത് വേണം, ഒരു റിസ്ക് മാനേജർ എന്ന് പറയുന്ന അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ട് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് ഒരു ബിസിനസ്സിന് ഒരു ഡൈനാമിക് അല്ലെങ്കിൽ ചേഞ്ചിങ് എൻവിയോൺമെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിൽക്കാൻ പറ്റുള്ളൂ, സസ്റ്റൈനബിളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഇപ്പോൾ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏർണിംഗ് പ്രോഫിറ്റാണ്. അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ ഇൻകം അതിന് മുകളിൽ അവർക്ക് റിട്ടേൺ അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യൽ തന്നെയാണ് ബിസിനസ്സിൻ്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റിസ്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് എന്തുണ്ടായിരിക്കില്ല, പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ഷെയർ ഹോൾഡേഴ്സിന് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിട്ടേൺ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് ദേ അപ്പോയിൻ്റ് ആൻ ഏജൻറ്റ്, അതല്ലെങ്കിൽ ഒരു മാനേജർ അവർ അപ്പോയിൻ്റ് ചെയ്യാണ്. അവിടെ ഫൈനാൻസിങ് അതല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള റിസ്ക് മാനേജ് ചെയ്യാനുള്ള ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനൊരു എഫക്റ്റീവായ ആളെ കൂടെ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് നീഡഡ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ ആരും കൂടെ ഉണ്ടായിരിക്കണം, ഒരു എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റിസ്ക് മാനേജർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് വൺ വരുന്നത് സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ബിസിനസ് ആർ സറൗണ്ടഡ് ബൈ അൺസർട്ടനിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞു വയബിൾ ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസിലാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ സർവൈവൽ എന്ന് പറയുന്നതും ഒരു അൺസർട്ടനിറ്റിയെ ഫേസ് ചെയ്യണം. ദീസ് അൺസർട്ടനിറ്റി ഗേവ് റൈസ് ടു റിസ്ക്. അപ്പോൾ നമ്മൾ അൺസർട്ടനിറ്റി പറയുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു അൺസർട്ടനിറ്റി എന്തുണ്ടാക്കുന്നു, റിസ്ക് ഉണ്ടാക്കുന്നു. പക്ഷേ ഇത് ബിസിനസ്സിലും അതേ റിസ്ക്, ലൈഫിലും അതേപോലെ തന്നെ ബിസിനസ്സിലും ഇതേപോലെയുള്ള അൺസർട്ടനിറ്റി മൂലം ഉണ്ടാകുന്ന റിസ്ക് ഉണ്ടാകുന്നു. ഈ റിസ്കിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് അവിടെ ഗ്രോത്തോ സർവൈവലോ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ സർവൈവൽ എന്നുള്ള ആ ഒരു ഉദ്ദേശം നമുക്ക് അച്ചീവ് ചെയ്യാൻ അവിടെ ആരുണ്ടായിരിക്കണം, റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ബിസിനസ്. large number of external factors that affect the performance of the business. അപ്പോൾ ബിസിനസ് ആസ് കൺട്രോൾ ഓൺലി സം ഫാക്ടേഴ്സ് വി കാൻ കൺട്രോൾ. നമ്മൾ ജസ്റ്റ് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫേസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ നമ്മൾ അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ അതിനെ നമ്മൾ വെൽക്കം ചെയ്യാൻ മാത്രമാണ് പലപ്പോഴും നമുക്ക് കഴിയുള്ളൂ. ചിലത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി കൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അവിടെ ഒരു മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എലിമിനേറ്റ് ദ റിസ്ക് ഓൾ ടുഗദർ ഈസ് നോട്ട് പോസിബിൾ, ബട്ട് എ ഫേം ക്യാൻ മാനേജ് ടു റിഡ്യൂസ്. നമുക്ക് ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്തായാലും സംഭവിക്കും. അത് നമുക്ക് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഫുള്ളായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ടുള്ള കൺട്രോളബിൾ ഫാക്ടേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇങ്ങനെ ആ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് ആരുണ്ടായിരിക്കണം, ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. ഇപ്പോൾ ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ ഇങ്ങനെ എന്താണ്, കോമ്പറ്റീഷനാണ്, കോമ്പറ്റേറ്റീവ് എൻവിയോൺമെൻറ്റിലാണ് ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈച്ച് ഫേം ട്രൈ ടു ഔട്ട്
പെർഫോം അതർ ഫേം. അപ്പോൾ അവിടെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അതർ ഫേം അല്ലെങ്കിൽ മറ്റൊരു സംരംഭമായിട്ട് നോക്കുമ്പോൾ നമുക്കത് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യണം, എങ്കിൽ മാത്രമാണ് സർവൈവൽ ഉണ്ടാവുക. അതിനു വേണ്ടിയാണ് എല്ലാ ബിസിനസ്സും ശ്രമിക്കുക. അപ്പോൾ ടു ടാക്കിൾ ദ കോമ്പറ്റീഷൻ, ആ കോമ്പറ്റീഷൻ നമുക്ക് ഫേസ് ചെയ്യണമെങ്കിൽ ദേ വാണ്ട് ടു ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ സ്ട്രാറ്റജി. നമുക്ക് എന്ത് വേണ്ടി വരും? സ്ട്രാറ്റജീസ് വേണ്ടി വരും. ആ സ്ട്രാറ്റജീസിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം? ഡിവൈസ് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകൾ കൂടെ ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് ഇത്രയാണ് 5 പോയിൻ്റാണ് ഇതിൽ പറയുന്നത്. ഡൈനാമിക് എൻവയോൺമെൻറ്റ്, ദെൻ ഇറ്റ് ഹെൽപ്പ് ടു അച്ചീവ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ദ നെക്സ്റ്റ് വൺ വരുന്നത് സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ദ നെക്സ്റ്റ് വൺ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിസിനസ് ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. ഈ 5 ഫാക്ടേഴ്സ് കാരണമാണ് നമുക്ക് പറയാൻ പറ്റും റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ. റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകത, അതായത് ഇതില്ലാതെ ബിസിനസ്സിന് എന്ത് ചെയ്യില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിൽ പോയിൻ്റ് വരുന്നത്, ഫസ്റ്റ് വൺ വരുന്നത് അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. റിസ്ക് മാനേജ്മെൻറ്റ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അറ്റൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ അവിടെ ഇങ്ങനെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റിസ്ക് മാനേജർ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഈ നമുക്കറിയാം ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വാല്യൂ മാക്സിമൈസേഷൻ ആണ്. ഒരു ഫേമിൻ്റെ വാല്യൂ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ഫ്ലോ, നെറ്റ് ക്യാഷ് ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ അതുമായിട്ട് എന്ത് അസോസിയേറ്റഡ് ആണ്? റിസ്ക് അസോസിയേറ്റഡ് ആണ്. ഈ റിസ്കിനെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു എന്തുണ്ടായിരിക്കുള്ളൂ? ക്യാഷ് ഫ്ലോ സ്ഥാപനത്തിന് കിട്ടുള്ളൂ. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് ദാറ്റ് ഹെൽപ്പ് ദ ഫേം മാക്സിമൈസ് ദെയർ വാല്യൂ ഇൻ മെനി വേ. അപ്പോൾ 1-2 രീതി ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ബാങ്ക്രപ്സി കോസ്റ്റും ദ നെക്സ്റ്റ് വൺ വരുന്നത് ടാക്സും ആണ്. ബാങ്ക്രപ്സി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഫേം ഈസ് എക്സ്പെക്റ്റഡ് ടു എ വൈഡ് റേഞ്ച് ഓഫ് റിസ്ക്. ദീസ് റിസ്ക് നീഡ് ടു ബി മാനേജ്ഡ് എഫക്റ്റീവ്ലി. അപ്പോൾ ബിസിനസ് പറയുമ്പോൾ അവരെന്ത് ചെയ്യണോ? റിസ്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതിനെ വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അതർവൈസ് അതല്ല എന്നുണ്ടെങ്കിൽ ഫേം വിൽ ഹാവ് ടു ഇൻകർ എ ഹ്യൂജ് ഫിനാൻഷ്യൽ ലോസ്. അപ്പോൾ നമുക്ക് ആ ഒരു റിസ്കിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ബിസിനസ് എന്തായാലും ഒരു ഹ്യൂജ് ലോസ് അവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ദ കോസ്റ്റ് റിസൾട്ടിങ് സച്ച് ഫിനാൻഷ്യൽ ലോസ്, അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ലോസിന് പറയുന്ന പേരാണ് ഡെഡ് വെയ്റ്റ് കോസ്റ്റ്. അപ്പോൾ ഒരു ഫേം റിസ്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഫേമിൻ്റെ എന്തുണ്ടാവാം? ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാം. ആ ഒരു കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം സച്ച് എ ഫിനാൻഷ്യൽ ലോസ്, അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ലോസിനെ പറയുന്ന പേരാണ് എന്ത്? ഡെഡ് വെയ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡെഡ് വെയ്റ്റ് കോസ്റ്റിൻ്റെ ഒരു മേജർ സോഴ്സസ് ആണ് ഇത്? ബാങ്ക്രപ്സി കോസ്റ്റ്. ദീസ് കോസ്റ്റ് ഫിനാൻഷ്യൽ ഡിസ്ട്രസ് കാരണം ഉണ്ടാകുന്ന ഒരു കോസ്റ്റാണ് ഇത്? ബാങ്ക്രപ്സി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ദ കോസ്റ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ബാങ്ക്രപ്സി, നെഗോസിയേഷൻ വിത്ത് ലെൻഡർ, ഹയറിംഗ് ലോയർ, ദെൻ കോർട്ട് കോസ്റ്റ്, അതർ കോസ്റ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ അഡ്വൈസ്. അപ്പോൾ നമുക്ക് ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്താ പ്രോബ്ലം വരുമ്പോൾ കോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് എക്സ്പെൻസസ് വരാം. ഈ ഒരു എക്സ്പെൻസസിനെ എല്ലാം കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്ക്രപ്സി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ ഫേം ഈസ് ഇൻകറിങ് ബാങ്ക്രപ്സി കോസ്റ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫേം ഷാൾ ഡിക്രീസ്. അപ്പോൾ എന്തെങ്കിലും ഒരു വലിയ കോർട്ട് ഓർഡറോ അല്ലെങ്കിൽ കോർട്ടിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടതായി വരികയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് അഡീഷണൽ ആയിട്ട് കോസ്റ്റാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ആ ഫേം അല്ലെങ്കിൽ ബിസിനസ് ഫേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ബിസിനസ് എന്തെങ്കിലും ഒരു ബാങ്ക്രപ്സി കോസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെ അത് ബാധിക്കാം. ആ പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്യാം? കുറയാം. അത് എഫിഷ്യൻ്റ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ ഒരു കോസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതായത് PV റേഷ്യോ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഫേം വിത്ത് എഫിഷ്യൻ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ഷാൾ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ ഫേം വിത്ത് ഇൻഎഫിഷ്യൻറ്റ്. അപ്പോൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജർ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഫേം നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാക്കി ഒരു പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഫേം കൂട്ടാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ വരുന്നത് ടാക്സ് ആണ്. ടാക്സ് ബേസിക്കലി റെഡ്യൂസ് ദ പ്രസൻറ്റ് വാല്യൂ. നമുക്കറിയാം ടാക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസസ് ആണ്. ഈ ഒരു എക്സ്പെൻസസിലെ ഒരു എഫിഷ്യൻറ്റ് റിസ്ക് മാനേജർ വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ റെഡ്യൂസ് ദ ടാക്സ് ഇൻ ഡിഫറെൻറ്റ് വേ.
പല രീതിയിൽ അയാൾക്ക് ടാക്സ് എമൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഷീൽഡ് ഓൺ ഇൻട്രസ്റ്റ്, അതല്ലെങ്കിൽ ടാക്സ് ഷീൽഡ് ഓൺ ഡിപ്രീസിയേഷൻ, ക്യാരി ബാക്ക് ഓർ ക്യാരി ഫോർവേഡ് ലോസ്, ടാക്സ് ഇൻസെൻറ്റീവ് ഫോർ എക്സ്പോർട്ട്, അതേപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ രീതിയിലൊക്കെയാണ് എക്സ്പെൻസസുകൾ വരുന്നതെങ്കിൽ നമുക്കൊരു പരിധി, ഒരു ചെറിയൊരു ലിമിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടാക്സ് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല വെൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജർ ഇതിനെ എന്ത് ചെയ്യണം, സ്ട്രാറ്റജിക്കായിട്ട് അതിനെ പ്രോഗ്രാം ചെയ്ത് പ്ലാൻ ചെയ്യാൻ ഉണ്ടായിരിക്കണം. ഈ കോസ്റ്റുകളെ മീറ്റ് ചെയ്യാൻ അവിടെ ഒരു എഫക്റ്റീവായിട്ടുള്ള മാനേജർ ഉണ്ടാവണം. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻക്രീസ്ഡ് ഡെപ്റ്റ് കപ്പാസിറ്റി. വിത്ത് ബെറ്റർ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ക്യാൻ ബി ബെനിഫിറ്റഡ് ബൈ ഇറ്റ്സ് ഇൻക്രീസ്ഡ് ഡെപ്റ്റ് കപ്പാസിറ്റി. അപ്പോൾ ഒരു ഫേമിന് വളരെ എഫക്റ്റീവായിട്ട് അവരുടെ റിസ്ക് ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ മാർക്കറ്റിന് കൂടുതലായിട്ട് ഡെപ്റ്റ് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാൻ പറ്റും. അത് അവരുടെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. അവിടെ നമ്മൾ കൂടുതലായിട്ട് ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എക്സ്പെൻസസും മറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ ഇഫക്റ്റീവായിട്ട്, വളരെ യൂസ്ഫുള്ളായിട്ട്, വളരെ ലോ കോസ്റ്റിൽ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലാണ് ഡെപ്റ്റ് ക്യാപിറ്റൽ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആർ ഡിഡക്റ്റബിൾ വൈൽ കാൽക്കുലേറ്റിംഗ് ദ ടാക്സബിൾ ഇൻകം. അപ്പോൾ ഇക്വിറ്റിക്ക് പകരം ഡെപ്റ്റ് ഉപയോഗിച്ചാൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. കാരണം നമുക്ക് ഡെപ്റ്റിലെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് എന്താണ്, ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയും. ദ നെക്സ്റ്റ് വൺ വരുന്നത് മോർ ഇൻറ്റേർണലി ജനറേറ്റഡ് ഫണ്ട്. It provide an easy access to the capital market. The overall benefit is that the profitability of the firm increase. അപ്പോൾ കൂടുതൽ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേമൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ വരുന്നത് റിലീഫ് ടു മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു റിസ്ക് മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അവിടെ ഒരു വ്യക്തി ആ ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെയുള്ള ബാക്കി ഫൈനാൻസ് മാനേജർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിന് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. റിസ്ക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആ റിസ്കിൻ്റെ ഹെഡേക്ക് ഓവറോൾ മാനേജേഴ്സിനെ ബാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന മറ്റൊരു പോയിന്റ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് മിനിമൈസേഷൻ ഓഫ് ദ ഇമ്പാക്റ്റ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതല്ലെങ്കിൽ നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങൾ, ഇൻഫ്ലേഷൻ, ടെക്നോളജിക്കൽ ചേഞ്ചസ്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മുഴുവനായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിനെ അവോയ്ഡ് ചെയ്യാനും കഴിയില്ല. അതിന് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും കഴിയില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്റ്റിൽ പുതിയ പോളിസി, പുതിയ ലോ, പുതിയ അതായിട്ടുള്ള എന്തെങ്കിലും ആക്ട് പാസ്സാക്കുകയൊക്കെ ആണെങ്കിൽ അത് ബിസിനസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ആ ഒരു വേരിയേഷൻസ് അതെന്തായാലും നമ്മൾ ഫേസ് ചെയ്യണം. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന റിസ്ക് റെഡ്യൂസ് ചെയ്യാനാണ്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് കഴിയുക. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു മിനിമൈസ് ദ ഇമ്പാക്റ്റ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓൺ ദ ബിസിനസ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. റീസെൻ്റ്ലി മെനി കമ്പനി ഹാവ് ആഡഡ് റിസ്ക് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം ഇന്നത്തെ ബിസിനസ്സിന് അറിയാം റിസ്ക് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യാൻ റെഡി ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മാനേജ്മെൻറ്റ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പല സ്ഥാപനങ്ങളിലും ഇന്ന് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ടീമിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അവർ എന്താ ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ദ റിസ്ക് ഏതൊക്കെയാണ്, അതേപോലെ കം അപ്പ് വിത്ത് സ്ട്രാറ്റജി. ആ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റിസ്കിനെ നമ്മളെങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെ നമ്മൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുക, ആ സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ എംപ്ലോയീസിനെയും മോട്ടിവേറ്റ് ചെയ്ത് കോപ്പറേറ്റീവായിട്ട് ഒരു എൻവയോൺമെൻറ്റ് സ്ഥാപനത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് റിസ്ക് മാനേജർ ചെയ്യുന്നത്. അതുകൊണ്ട് സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ദിസ് ഈസ് വൺ ഓഫ് ദ അനദർ ഇമ്പോർട്ടൻസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് ബെറ്റർ ഡിസിഷൻ ആണ് പലപ്പോഴും ബിസിനസ്സിൻ്റെ സ്റ്റാൻഡിങ്, സർവൈവൽ, അതല്ലെങ്കിൽ ഫ്ലോ ഒക്കെ തീരുമാനിക്കുന്നത്. പല ഡിസിഷൻസും ആണ് ബിസിനസ്സിനെ അട്ടർ ലോസ് അല്ലെങ്കിൽ അട്ടർ ഫെയിലിയർ ആക്കിയിട്ട് ബിസിനസ് വൈൻഡപ്പ് ചെയ്യേണ്ടി വരുന്നതും ചില തീരുമാനങ്ങളാണ്. അപ്പോൾ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ ആര് ഹെൽപ്പ് ചെയ്യണോ, ഇവിടെ റിസ്ക് മാനേജർ. ദ എബിലിറ്റി ടു മാനേജ് യുവർ റിസ്ക് വിൽ ഹെൽപ്പ് ദ മാനേജേഴ്സ് അറ്റ് മോർ കോൺഫിഡൻ്റ്ലി ഫേസിങ് ദ ഫ്യൂച്ചറിന് നല്ല എഫക്റ്റീവായിട്ട് ഫ്യൂച്ചറിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻസ് കൂടെ ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ,
അതിനെ ക്വാളിറ്റേറ്റീവായിട്ട് അതിനെ അനലൈസ് ചെയ്യുക. അതേപോലെ തന്നെ അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവും ആവാം, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്തുന്നു. പിന്നെ നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക. ആ സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യുക, അതായത് ഫോളോ അപ്പ്. ഒരു റിസ്ക് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത തീരുമാനം ഓക്കെ ആണോ, അവിടെ നിന്ന് എന്തൊക്കെയാണ് എന്ന് പറയുന്ന രീതിയിലൊരു മോണിറ്ററിങ്, അതേപോലെ തന്നെ ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ഇതൊക്കെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം. ഓക്കെ, താങ്ക് യു.